ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും ഇച്ചിരി പരിപ്പും കൊണ്ട് നല്ല കിടിലം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റവയും ഇച്ചിരി പരിപ്പും കൊണ്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2.5 ഗ്ലാസ് റവ ട്രെയിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തോന്നേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിന്. ഇനി ഇതിലേക്ക് ഞാൻ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരത്തെ കുറച്ച് ഒരു തവി മാത്രം ഇട്ടോ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റിന് ശേഷമായിട്ട് ഞാനിതാ കുതിർന്നതിന് ശേഷം ഞാൻ ഈ ഒരു റവയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുതിർന്നാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ കുതിർത്തിയെടുക്കണം കേട്ടോ. ഇനി ഞാനിതാ ഈ റവയും ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും കൂടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. അരച്ച് അധികം സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ബാക്കി വന്ന് ചോറുണ്ടല്ലോ തലേന്നിനകത്ത്, അതായാലും പ്രശ്നമല്ല കേട്ടോ. അതിൽ നിന്ന് ഒരു തവി മാത്രം മതിയെ. 2.5 ഗ്ലാസ് റവയ്ക്ക് ഞാനിട്ട് കൊടുത്ത ചോറ് ഒരു തവിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ അളവ് അങ്ങനെയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം നമ്മൾ ഈ ഒരു മാവ് അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. 2.5 ഗ്ലാസ് റവയ്ക്ക് ഞാൻ 1.5 ഗ്ലാസോളം വെള്ളം ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൂടുന്നുള്ള ആ ഒരു പ്രശ്നമല്ലേ. കണ്ടില്ലേ, മാവിൻ്റെ ഈ ഒരു രീതിയായിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറെടുത്തിന് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേനെ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തേനെ. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേനെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് 2 മിനിറ്റ് നേരം നമ്മളിതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. എപ്പോഴാണ് നമ്മൾ ചുടുന്ന അന്നേരം തന്നെ അരച്ചിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില, ഞങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പൊക്കെ പാകമാണോ നോക്കിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിണേ. എനിക്കിതാ ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് പിന്നെ തുറന്നിട്ടാൽ നമ്മൾ അടിപൊളി അപ്പം ദോശയൊക്കെ പറയട്ടോ റെഡി ആയതിനെ. രാത്രി ചപ്പാത്തിക്ക് പകരമൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്ത അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യുക. ഈ സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് 1-2 തുള്ളി മാത്രം ഓയിൽ അങ്ങനെ ഒഴിച്ചെടുത്താൽ വന്നിട്ട് നെയ്യാനും പ്രശ്നമല്ലേ. പിന്നെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. 1-2 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടും കൊടുക്കണേ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടിട്ട് നമ്മളിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതിനെ. ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു അപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തിക്ക് പകരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ ബബിൾസ് ഇങ്ങനെ അവിടും ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഈ ഒരു അപ്പം റെഡി ആയെന്ന് മനസ്സിലാക്കാം കേട്ടോ. കണ്ടോ, ഇതേമാതിരി തന്നെ മറ്റേ അപ്പം 2ാമത്തെ പ്രാവശ്യം ഞാനിതാ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ചൂടോട് കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നമ്മൾ പാരുന്ന സമയത്ത് തീ ഒന്ന് കുറയ്ക്കണേ.
അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് നമ്മൾ വേവാത്ത മാതിരി കിട്ടും. അങ്ങനെ ഒന്നങ്ങോട്ട് മൂടിച്ചതിന് ശേഷം ഓയിൽ കൊണ്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞിട്ട് മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. ക്യാരറ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഓരോ ഒപ്പുത ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരുപാട് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ 2-3 പ്രാവശ്യമൊക്കെ മറിച്ചിട്ട് കൊടുത്തേണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലം വെറൈറ്റി അപ്പം റെഡി ആയിന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു അവസാന അപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും